Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഒന്ന് പരിചയപ്പെടാം. 1 കപ്പ് റവ, 1.5 കപ്പ് വെള്ളം, 1/2 കപ്പ് സവാള അരിഞ്ഞത്, പച്ചമുളക് നെടുകെ മുറിച്ചത് 2 എണ്ണം, അല്ലെങ്കിൽ എരിവ് കുറവുള്ളതാണെങ്കിൽ 3 എണ്ണം, ഗ്രേറ്റഡ് ക്യാരറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ നെയ്യ്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു സോസ് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 3 സ്ലിറ്റഡ് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് 3 കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് യൂസ് ചെയ്യുന്നത്. റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അളന്ന് വച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഉപ്പുമാവിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും മയവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിങ്ങനെ തിളച്ച് വരുന്നതോടുകൂടി തന്നെ അത് നന്നായിട്ട് കുറുകി കിട്ടും. ആ ഒരു സമയത്ത്, അതായത് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പം നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ നെയ്യും. ഈ 2 ഇൻഗ്രീഡിയൻസും നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി അതിനുശേഷം ഏകദേശം ഈ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്തതുകൊണ്ട് ഇതിനൊരു യെല്ലോയിഷ് കളറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്പുമാവ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയമുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.